നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തിയായ ഒരു അവലുപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് അവല് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു 20 മിനിറ്റ് കുതിരാനായി മാറ്റിവെച്ചു. ഞാനിവിടെ തടിച്ച അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് കുതിർത്ത് വെക്കുന്നത്. പേപ്പർ അവലാണെങ്കിൽ നമുക്കത് കുതിർക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് കഴുകി ഊറ്റി മാറ്റിവെക്കാം. ഞാനിവിടെ ഈയൊരു വലിപ്പത്തിനാണ് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഉള്ളി, ഇഞ്ചി എന്നിവ മുറിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാൻ വെളിച്ചെണ്ണയും ഓയിലും രണ്ടും ഉപയോഗിക്കാം. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നിലക്കടലയിട്ട് വറുത്തുകോരി മാറ്റിവെക്കാം. പിന്നീട് വഴനയില, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ക്യാരറ്റ്, ഉള്ളി എന്നിവ ചേർത്ത് കൊടുത്തു. നമുക്ക് എല്ലാത്തരം പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബീൻസ്, അങ്ങനെ എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ ഉപ്പുമാവ് തയ്യാറാക്കാൻ ഉപയോഗിക്കാം. പൊടിപൊടിയായി അരിഞ്ഞ ഇഞ്ചി, ഒരല്ലി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം നന്നായി ഒന്ന് മാറേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ അവല് നന്നായി കുതിർന്നു വന്നിരിക്കുന്നു. ഈ ഒരു പാകത്തിനാണ് അവല് കുതിർന്നു വരേണ്ടത്. കുതിർന്ന അവല് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച വെജിറ്റബിളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ തടിച്ച അവൽ ഉപയോഗിച്ചത് കാരണം അത് കുഴഞ്ഞു പോവില്ല. ഇപ്പോൾ പച്ചക്കറിയും അവലും എല്ലാം നന്നായി മിക്സായി വന്നിരിക്കുന്നു. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ അവല് ഒരു നല്ല ടേസ്റ്റ് വരിക. ഇതിലേക്ക് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മുടെ എളുപ്പത്തിലുള്ള അവലുപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനും, നല്ല ഹെൽത്തിയുമാണ്. നമുക്കത് ഇനി ഒരു മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കഴിക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കാം.